ഹലോ, നമുക്കൊരു കേക്ക് ഉണ്ടാക്കിയാലോ? ഏത് കേക്ക് ഉണ്ടാക്കാൻ പോണേ? ഓക്കെ, സോ അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്താ വേണ്ടത് നമുക്ക് നോക്കാം. മൈദ, സൺഫ്ലവർ ഓയിൽ, ചോക്ലേറ്റ് അല്ലെങ്കിൽ കൊക്കോ പൗഡർ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, പിന്നെ മുട്ട 3 വാനില എസൻസ്. ഇത്രയാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. സോറി, ഷുഗർ മറന്നുപോയിട്ടോ, ഷുഗർ. ഇത്രയാണ് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് ഒരു മെഷറിംഗ് ഗ്ലാസ് ആണ്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു ഗ്ലാസ് ആണ്. ഇത് 150 ml ഇതിന്റെ കപ്പാസിറ്റി വരുന്നത്. സോ 1 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് വെച്ചിട്ട് അരിച്ചെടുക്കണം. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മരുന്നൊക്കെ കൊടുക്കണ ചെറിയതാണ് എടുത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറുമാണ്. ഇത് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് നമുക്കിത് രണ്ടും കൂടിയിട്ട് ഒന്ന് അരിച്ചു കൊടുക്കാം. 1 പിഞ്ച് സോൾട്ടും കൂടി ഇടാം. ഇത് 2-3 പ്രാവശ്യം നല്ല രീതിയിൽ അരിച്ചെടുക്കുക. 1/4 കപ്പ് പഞ്ചസാര എടുത്ത് അത് നല്ലോണം പൊടിച്ച് അതിലേക്ക് 2 മുട്ടയും 1 ടീസ്പൂൺ അതായത് 5 ml വാനില എസൻസും കൂടി ആഡ് ചെയ്ത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള അരിച്ചു വെച്ചിരിക്കുന്ന പൊടികൾ മിക്സ് ചെയ്തെടുത്ത് നല്ലോണം ഫോൾഡ് ചെയ്തെടുക്കുക മെല്ലെ. ഇതിന് ശേഷം പകുതി ബാറ്റർ മാറ്റിയിട്ട് അതിലേക്ക് ചോക്ലേറ്റ് ഉരുക്കിയത് മിക്സ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ കൊക്കോ പൗഡർ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കാണിക്കുന്ന സ്റ്റെപ്പിന് പകരമായിട്ട് ഒരു പ്ലെയിൻ പേപ്പർ, വൈറ്റ് പേപ്പർ എടുത്തിട്ട് അതിൽ നമ്മൾ ബാക്കിയുള്ള സൺഫ്ലവർ ഓയിൽ തേച്ചിട്ട് റൗണ്ട് ഷേപ്പിൽ വെട്ടി നമ്മളുടെ ടിന്നിൻ്റെ അടിയിൽ പരത്തി കൊടുക്കുക. അതാണ് നല്ല ഓപ്ഷൻ. അതിനുശേഷം നമ്മളുടെ ക്രീം ബാറ്ററും അതുപോലെ തന്നെ ചോക്ലേറ്റ് മിക്സ് ചെയ്ത ബാറ്ററും ഇതുപോലെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഏകദേശം ഇങ്ങനെയാണ് വരിക. അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഓവൻ സെറ്റപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ഓവന് വേണ്ടി അടി കട്ടിയുള്ളൊരു പാത്രമാണ് ചൂസ് ചെയ്യേണ്ടത്. ഞാനിവിടെ ഇഡലി ചെമ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഒരു റിങ്ങോ അല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റോ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മളുടെ കേക്ക് ബേക്ക് ചെയ്യണ പാത്രം വെക്കുന്നത്. 5 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ. 25 മിനിറ്റ്സ് ആണ് എടുക്കേണ്ടത്. ബേക്ക് ആയോ എന്ന് നോക്കാൻ ഇതുപോലെ ഒരു ടൂത്ത് പിക്കോ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ടാണ് വരണമെങ്കിൽ ബേക്ക് ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇത് കേക്ക് എങ്ങനെയുണ്ട്? സോഫ്റ്റ് ആണോ?